യെസ് അഡ്വക്കേറ്റ് അസ്ക, ഇന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞത് ബി ജെ പി കുമ്പിടിമാരെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിലെ രാഷ്ട്രീയം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകും. ഈ കള്ളവോട്ട്, ഇരട്ട വോട്ട്, വ്യാജ വോട്ട്, ഇതൊന്നും പുതിയ പ്രതിഭാസമൊന്നുമല്ല അല്ലേ? പരേതന്മാർ പോലും വന്ന് പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്ത് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതല്ലേ? അന്നൊന്നുമില്ലാത്ത പരാതി എന്തുകൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ വലിയൊരു ആയുധമാക്കി ഇപ്പോൾ നിങ്ങളങ്ങ് ആഞ്ഞു വീശിയടിക്കുകയാണ്? ഇപ്പോൾ കോൺഗ്രസ് തുടങ്ങി വെച്ചതുകൊണ്ട് കുറച്ച് പിറകിലാണ് CPM. പക്ഷേ കേരളത്തിൽ നിങ്ങൾ ഒരേ തൂവൽ പക്ഷികളെ പോലെ പ്രവർത്തിക്കുന്നു. സുരേഷ് ഗോപിയെ ഉന്നം വയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? സുരേഷ് ഗോപി ചെയ്ത മഹാപരാധം എന്താണ്? ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് കാണേണ്ടതിന് പകരം ചില രാഷ്ട്രീയ ദുരുദ്ദേശങ്ങളോടെ ഇങ്ങനെ ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്നത്, അധിക്ഷേപിക്കുന്നത്, ആക്ഷേപിക്കുന്നത് ശരിയാണോ? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത് ഭൂഷണമാണോ? അന്നമ്പിയർ ഇതിൽ കാണേണ്ടത്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് നാഴികയ്ക്ക് 40 വട്ടം ഉദ്ഘോഷിക്കുന്ന നമ്മുടെ രാജ്യത്താണ് ഇപ്പോ ജനാധിപത്യത്തെ ആകമാനം അട്ടിമറിക്കപ്പെടുന്ന തരത്തിൽ കള്ളവോട്ടുകളും ഇരട്ട വോട്ടുകളും ചേർത്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ 45 സീറ്റിൽ പാർലമെന്റ് സീറ്റിൽ ലഭിക്കുകയും അതിനെ തുടർന്ന് ഇന്ത്യയിൽ അധികാരത്തിലെത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൽ 2024 ഡിസംബറിൽ നടത്തിയിട്ടുള്ള ഭേദഗതി നമ്മുടെ മുന്നിലുണ്ട്. തെളിവെന്താണ് അഡ്വക്കേറ്റ് അസ്ക? നിങ്ങൾ ഈ അട്ടിമറി നടത്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, തെളിവ് എവിടെ? കൈരേഖ കാണിച്ചാൽ പോരാ, തെളിവ് എവിടെ? ഒന്ന്, തെളിവുകൾ എന്ന് പറയുന്നത് അങ്ങ് പരിശോധിക്കപ്പെടേണ്ടത് ഒരു വ്യക്തി ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുമ്പോൾ നൽകുന്ന സത്യവാങ്മൂലമാണ് അതിന്റെ തെളിവ്. ആ സത്യവാങ്മൂലത്തിൽ ഒരേ ഒരു വോട്ട് ഇത്തരത്തിൽ ഇരട്ട വോട്ടാണ് എങ്കിൽ നിർബന്ധിതമായും അത് ജനാധിപത്യത്തെ അട്ടിമറിച്ചാണ്. സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുള്ള ഒരു MP ഒക്കെ തന്നെയാണ്, ഒരു സംശയം ഉണ്ടാക്കാൻ ഇതിൽ. ആ ജനാധിപത്യ പ്രക്രിയയിൽ ഒരു വോട്ട് അദ്ദേഹത്തിന് ഈ ഇരട്ട വോട്ട് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ജനാധിപത്യത്തെ അട്ടിമറിച്ചതാണ്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ജനാധിപത്യത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണ്. ആ ധാർമ്മിക മൂല്യങ്ങളെ ചുവട് പിടിച്ചുകൊണ്ട് അദ്ദേഹം നിർബന്ധിതമായി രാജിവെക്കുകയും ആ ജനങ്ങളോട് മാപ്പ് പറയുകയും നിയമപരമായി അതിന്റെ പ്രത്യാഘാതം പരിശോധിക്കുകയും ആ നിയമപരമായ പ്രത്യാഘാതത്തിനെ തുടർന്ന് ആ നടപടികൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണ്. എന്താ, അദ്ദേഹത്തിന്റെ ബന്ധുക്കളും അദ്ദേഹത്തിനും 2 നിയോജക മണ്ഡലത്തിൽ വോട്ടുണ്ട് എന്നുള്ളത് സത്യമല്ലേ? റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു ഓർഡിനറി റെസിഡന്റ് എന്നാണ്. ഓർഡിനറി റെസിഡന്റ് ആണ് ഞാൻ ഇന്ന സ്ഥലത്ത് ഓർഡിനറി റെസിഡന്റ് ആണെന്ന നിലയിൽ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സത്യവാങ്മൂലം ഇലക്ഷൻ കമ്മീഷന് നൽകിയ സത്യവാങ്മൂലം കള്ള സത്യവാങ്മൂലമാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ റദ്ദ് ചെയ്യാമെന്ന് വളരെ കൃത്യമായി അഡ്വക്കേറ്റ് അസ്ക, ഈ 2 നിയോജക മണ്ഡലങ്ങളിലും ഈ 11 പേർ വോട്ട് ചെയ്തോ? ഒരു സമയത്തോട്ടില്ല. അതെ, പാർലമെന്റ് അസംബ്ലി ഇവിടുത്തെ 20 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സമയത്താണ് അദ്ദേഹത്തിന് ഇവിടെ വോട്ടുണ്ടായിരുന്നത്. 21 അത് കഴിഞ്ഞതിന് 21 അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇവിടെ നിങ്ങൾ പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ വോട്ടുണ്ടെന്ന്, അത് എത്രയോ കാലം കഴിഞ്ഞു. 6 മാസത്തിൽ കൂടുതൽ ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഇവിടെ വോട്ടുണ്ടാക്കാം. 6 മാസം മുമ്പ് അവിടെ താമസിക്കുമ്പോൾ അവിടെ വോട്ടുണ്ടാക്കാം. അതല്ല ഇപ്പോൾ പുതിയ സുപ്രീം കോടതി വിധി അനുസരിച്ചാണെങ്കിൽ ഒരു പോസ്റ്റൽ അഡ്രസ് ഉണ്ടെങ്കിലും പറ്റും. അപ്പൊ അങ്ങനെ ഒരേ സമയം 2 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ വോട്ടില്ല. അത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അങ്ങനെയല്ല സൗകര്യപ്രദമായ ഒരു വാദമുഖമായി ഉന്നയിക്കുകയാണ്. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് പാലിക്കേണ്ട വളരെ അച്ചടക്കത്തിന്റെ ഭാഗമാണ് തന്റെ വോട്ട് ഇരട്ട വോട്ടുകൾ ഉണ്ടാവാൻ പാടില്ല എന്ന് പരിശോധിക്കപ്പെടേണ്ടത്. ആ ഉത്തരവാദിത്വമാണ് അദ്ദേഹം ലംഘിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരേ സമയം ഇല്ല കുടുംബാംഗങ്ങളും സന്തത സഹചാരികളും. അല്ല, അങ്ങനെ ഇല്ല. അദ്ദേഹം അവിടെ ഉള്ളപ്പോൾ ഇവിടുത്തെ വോട്ട് ഡിലീറ്റ് ചെയ്തിട്ടാ പോയത്. അസംബ്ലി വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ വോട്ട് ഡിലീറ്റ് ചെയ്തിട്ടാ പോയത്. നിങ്ങൾ പറയുന്നത് തിരിച്ച് അദ്ദേഹം ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇപ്പോഴത്തെ വോട്ടിൽ അദ്ദേഹത്തിന് ഇവിടെ വോട്ടുണ്ടെന്നാണ്. ഇത് രണ്ടും 2 സമയത്താണ്. എങ്ങനെയാ അദ്ദേഹം ഇപ്പോ അദ്ദേഹം ഓർഡിനറി റെസിഡന്റ് എവിടെയാ? തൃശ്ശൂരാണ്. അപ്പൊ പിന്നെ എങ്ങനെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ വീണ്ടും ചെയ്യാൻ പറ്റും? അതെങ്ങനെ നിങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നേരെ 20 വോട്ടർ ലിസ്റ്റാണ് ഇവിടെ ഇപ്പൊ ഇറക്കിയിരിക്കുന്നത്. അതിൽ ഒബ്ജക്ഷൻ കൊടുത്ത് മാറ്റാമല്ലോ. അതിനാണല്ലോ റിവിഷൻ നടക്കുന്നത്. 20 വോട്ടാണ് ഇപ്പൊ അപേക്ഷ കൊടുത്ത് ഇവിടെ കയറിയതല്ല. 20 വോട്ടർ ലിസ്റ്റാണ് ഇപ്പൊ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ ഇതിനിടയ്ക്ക് റിവിഷൻ നടത്തി. അദ്ദേഹം സ്വാഭാവികമായിട്ട് അത് അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെയാണ് വോട്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം റിവിഷൻ ഫോം 4 കൊടുത്ത്
അദ്ദേഹം ഡിലീറ്റ് ചെയ്യും. അതിന് സംശയം എന്തോ അദ്ദേഹം അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് പറയരുത്. നിങ്ങൾ ഇവിടുത്തെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വോട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ പരിശോധിച്ചിട്ട് പറയുക. നിയമപരമായി അങ്ങ് പറയുന്നത് ഒരുപക്ഷെ നിയമപരമായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ നിയമപരമായി ഇലക്ഷൻ റൂൾസ് അനുസരിച്ച് ഒരാൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്നതിനുള്ള അവസരമുണ്ട്. അത് പുതിയ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് പിൻവലിക്കാം. പക്ഷേ അദ്ദേഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയും ഡ്രൈവറുമായിട്ടുള്ള ആളുടെ വോട്ട് രണ്ട് മണ്ഡലം അദ്ദേഹത്തിന് 6 മാസം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ അവിടെ താമസിക്കുന്ന ആളുടെ അവിടെ വോട്ടർ ലിസ്റ്റ് പേര് ചേർത്തൂടെ? എന്താ നിയമ തടസ്സം? അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിലെ വോട്ട് എന്തുകൊണ്ട് മാറ്റിയില്ല? എവിടത്തെ അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിൽ ഈ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയും ഡ്രൈവറുമായിട്ടുള്ള വ്യക്തിയുടെ കുടുംബ വീട്ടിലെ വോട്ട് എന്തുകൊണ്ട് അദ്ദേഹം അതിന്റെ ഡിലീഷൻ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള പരിശോധിക്കുക. അങ്ങനെ പിശക് വന്നിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ വശക്കായിരിക്കും, ഉദ്യോഗസ്ഥന്മാരുടെ വശക്കായിരിക്കും. അദ്ദേഹം രണ്ടിടത്ത് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വാഭാവികമാണ്. അദ്ദേഹം ഡിലീറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം ഡിലീറ്റ് ചെയ്യാൻ അപേക്ഷ കൊടുത്തതായി ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ മന്ത്രി ഗണേഷ് കുമാറിന് എവിടെയെല്ലാം വോട്ടുണ്ട്? കൊട്ടാരക്കരയിൽ വോട്ടുണ്ട്, പത്തനാപുരത്ത് വോട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു അളവ് പോലും വെച്ചിട്ട് അങ്ങോട്ടൊന്ന് പരിശോധിക്കുക. ഈ സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക് മാത്രമല്ലല്ലോ, സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക് മാത്രമല്ലല്ലോ ഇത് ബാധകം. ഗണേഷ് കുമാറിന് കൊട്ടാരക്കര വീട്ടിൽ വോട്ടുണ്ട്, നമ്മുടെ പത്തനാപുരത്ത് വോട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ പ്രൂവ് ചെയ്ത് തരാം. നമ്മുടെ മുന്നിൽ അതെങ്ങനെ പറഞ്ഞുതരാം, ഓരോരുത്തരായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ വരുന്നുണ്ട് ഓരോ നേതാക്കന്മാരുടെ കൂടുതൽ പേരുകൾ പുറത്തു വരും. അവർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വോട്ട് ചേർക്കുമ്പോൾ വേറെ സ്ഥലത്ത് ഡിലീറ്റ് ചെയ്തിട്ടല്ല വന്ന് വോട്ട് ചേർക്കുന്നത്. ചേർത്തിട്ട് അവിടെ 2 സ്ഥലത്ത് ഒരേ സൈമൾട്ടേനിയസ് കൊടുക്കും. കാര്യം അവിടെ ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ വോട്ട് ചേർക്കുമ്പോൾ ഇവിടെ ചേർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വോട്ട് പോകും. അങ്ങനെ തിരിച്ച് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സമയത്ത് ഹിയറിങ്ങിന് പോകാതെയോ കേട്ടിട്ട് ഡിലീറ്റ് ചെയ്യുള്ളൂ. എന്തെങ്കിലും സാങ്കേതിക പ്രശ്നത്തിൽ അതവിടെ കിടക്കും. പക്ഷെ നമ്മളത് അറിയില്ല. പക്ഷെ നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 2 സ്ഥലത്ത് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തം കൂടിയല്ലേ അത്, അല്ലേ? പരിശോധന വിധേയമാക്കേണ്ടത് ഇത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൽ വളരെ കൃത്യം എങ്ങനെയാണ് ഇലക്ടറൽ റോൾസിൽ പേര് ചേർക്കേണ്ടത്, എങ്ങനെയാണ് ഇലക്ടറൽ റോൾസിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമാണ്. അമർ സിംഗ് കേസിൽ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ സുവ്യക്തമായിട്ടുള്ളൊരു വിധിയും ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ബാധകമായിട്ടുള്ളത്. ഈ വിധികളൊന്നും ബാധകമല്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിലെയും ജനാധിപത്യത്തെയും അട്ടിമറിക്കും എന്നുള്ളത് ഇതിന് ഏറ്റവും ഉപോത്ബലകമായ തെളിവാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഒരുപക്ഷെ നിർഭാഗ്യവശാൽ ഇന്ത്യൻ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിന്റെ നിയമപരമായ പരിമിതി 45 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ നിയമപരമായ നടപടികൾ ചെയ്യണം എന്നുള്ളത് കൊണ്ട്, നിയമപരമായി രക്ഷപ്പെട്ടു എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയവും ധാർമ്മികവുമായി ചെയ്തുപോയ അപരാധം, ജനാധിപത്യത്തെ അട്ടിമറിച്ച അക്ഷന്തവ്യമായ അപരാധത്തെ എങ്ങനെ മറികടക്കാനാവും? ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടു എന്ന് ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയുടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നു എന്നും ഭാവിയിൽ ഇന്ത്യ ഒരു ഏകാധിപത്യ രാജ്യമാകുമെന്നും ഏകഭരണത്തിന്റെ കീഴിലാകും എന്ന ആശങ്കയുള്ള തൃശൂർ ലോക്സഭാ മണ്ഡലത്തെ കുറിച്ച് മാത്രമേ പരാതിയുള്ളൂ. വയനാട്ടിൽ 93,499 വോട്ടർമാർ വ്യാജമാണ്. അതിൽ 20,438 ഇരട്ട വോട്ടുകളുണ്ട്. 17,450 പേരുടെ വിലാസം വ്യാജമാണ്. ഒരേ വിലാസത്തിൽ തന്നെ 4,246 വോട്ടുകളുണ്ട്. കൂടാതെ 51,365 പേരെ കൂട്ടമായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 99, 101, 102 വയസ്സുകാരായ കന്നി വോട്ടർമാരായി പട്ടികയിൽ ചേർത്തിട്ടുണ്ട് ഈ വയസ്സുകാരെ. അതെ, അപ്പൊ ഇതിനെക്കുറിച്ചൊന്നും പരാതി ഇല്ലേ അഡ്വക്കേറ്റ് അസ്ക? എന്തുകൊണ്ട് തൃശൂർ മാത്രം? എന്തുകൊണ്ട് സുരേഷ് ഗോപി മാത്രം? അല്ല, ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് 45 പാർലമെന്റ് മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുന്നതിൽ വയനാട്ടിൽ ഉൾപ്പെടുവോ? അസ്കറിനോട് ഒരു ചോദ്യം. നമ്മൾ വേറെ കാര്യം ഒന്നും പോണ്ട. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാം. എൻ്റെ ഒരു പേഴ്സണൽ കാര്യം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. എൻ്റെ വീട് എൻ്റെ ഹൗസ് നമ്പർ എന്ന് പറയുന്നത് 17/2817 എൻ്റെ വീട്ടു നമ്പർ. ആ വീട്ടു നമ്പറിലല്ല ഇപ്പം എനിക്ക് വോട്ട് വന്നിരിക്കുന്നത് 17/2818 വേറൊരു വീട്ടിലാണ്. ആ വീട്ടിൽ സീരിയൽ നമ്പർ 917 മുതൽ 943 വരെ 26 വോട്ട് ചേർത്തിരിക്കുകയാണ്. പിണറായി വിജയനാണ് ചേർത്തത് ഞാൻ അങ്ങ് ആരോപിച്ചാൽ അസ്കറിന്റെ മറുപടി എന്താ? ഞാൻ ഇവിടെ പറഞ്ഞുതരാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 36ാമത്തെ വാർഡ് ഗൗരീശപട്ടം വാർഡില് പാർട്ട് 3-ൽ
917 മുതൽ 943 വരെ 26 വോട്ടുണ്ട്. എൻ്റെ വീട്, എൻ്റെ വോട്ട് അതിനകത്തോട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ വീട് നമ്പർ അതല്ല, 17/28/18 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ വീട് നമ്പർ 17/28/17 നിങ്ങളൊന്ന് പരിശോധിച്ചു. ഇത് പിണറായി വിജയനാണ് ഇതോടെ കള്ളവോട്ട് ചേർത്തിരിക്കുന്നത്. 26 വോട്ട് ഒരു ബൂത്തിലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ഇലക്ഷൻ കമ്മീഷനാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അതോട് പറഞ്ഞ 36 തിരുവനന്തപുരം കോർപ്പറേഷനിലെ 36ാമത്തെ ഗൗരീശവട്ടം വാർഡിൽ 917 മുതൽ 943 വരെ സീരിയൽ നമ്പറിൽ ഒരു വീട്ടു നമ്പറാണ് 2818 വീട്ടു നമ്പറാണ്. നിങ്ങളത് പരിശോധിക്കൂ. വേണമെങ്കിൽ ഇപ്പൊ ഓൺലൈനിൽ പരിശോധിക്കാം. ഒരേ വീട്ടില് 26 വോട്ട്. ഇതേപോലെ എത്ര സ്ഥലത്ത് ഒന്നാമത്തെ ആ വാർഡിൽ തന്നെ ഒന്നാമത്തെ വോട്ട് വീട്ടു നമ്പർ 0 നിങ്ങളിപ്പോ പറഞ്ഞല്ലോ നേരത്തെ രാഹുൽ ഗാന്ധിയെ കുറെ 00 വീട്ടു നമ്പർ XY എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ പറയുകയാണ് 36 പാർട്ട് നമ്പർ 3 ഒന്നാമത്തെ വീട്ടു നമ്പർ വോട്ടർ വീട് 0 എൻ്റെ വീട്ടിലൊരു വോട്ടറാണ്. അദ്ദേഹത്തിന്റെ വീട്ടു നമ്പർ വേറെ സ്ഥലത്ത് ഇട്ടിട്ട് 1ാം നമ്പറായിട്ട് ഇട്ടിട്ട് സീരിയൽ നമ്പറിൽ ഇട്ടത് 0 ഇതൊക്കെ പിണറായി വിജയൻ വോട്ടുണ്ടാക്കാൻ വേണ്ടി ചെയ്താണോ? ഞാൻ ആരോപിക്കുന്നു. ഇടതുപക്ഷ ഗവൺമെന്റ് അങ്ങനെയാണ് ചെയ്തത്. നിങ്ങൾ ഈ പറയുന്ന രീതിശാസ്ത്രമാണെങ്കിൽ അതും അംഗീകരിക്കണം. അത് ബാധകമാണ്, ആപ്ലിക്കബിൾ ആണ്. പുത്തൂർ പഞ്ചായത്ത് 49/49 327 വോട്ട് ഒരു അഡ്രസ്സിൽ ഒരു വീട്ടു നമ്പറിൽ കൊല്ലം ജില്ലയിൽ. അപ്പൊ ഇതൊക്കെ ഭരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ചുമതലയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയമായി നിങ്ങൾക്ക് പ്രചരണം നടത്താം. പക്ഷെ ഇതിൽ അതുകൊണ്ടാണ് പറഞ്ഞത് ആരോപണം ഉന്നയിക്കുമ്പോൾ ഏത് നേതാവായാലും അല്പമെങ്കിലും ധാർമ്മികത വേണം എന്ന് ഞാൻ പറഞ്ഞത്.